ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IT റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യണം നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയൊക്കെ റാങ്ക് ലിസ്റ്റുകൾ അറിയാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 25-ാം തീയതിക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നേരെ വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ആൻഡ് സെലക്ട് IT എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എബൌട്ടിൽ ഗവൺമെൻറ് IT എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താലും ഈ ഒരു പേജിലേക്ക് പോകാവുന്നതാണ്. അവിടെ നിങ്ങൾ ഏത് IT അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് IT നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ IT ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാ IT റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന IT ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഗവൺമെൻറ് IT അട്ടപ്പാടി ഇത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഗവൺമെൻറ് IT അട്ടപ്പാടിയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ മെട്രിക് റാങ്ക് ലിസ്റ്റും നോൺ മെട്രിക് റാങ്ക് ലിസ്റ്റും. അപ്പോൾ മെട്രിക്കും നോൺ മെട്രിക്കും എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ മൊബൈലിൽ കൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ IT റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ കുട്ടികളുടെയും റാങ്ക് ലിസ്റ്റാണ്. ഇതിൽ നിന്ന് ഫസ്റ്റ് ഒരു സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കും. ആ സെലക്ഷൻ ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഓരോ IT എത്ര വേക്കൻസി ഉണ്ട് ആ അത്ര വേക്കൻസിക്ക് ആനുപാതികമായിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നത്. അതിനുശേഷം വേക്കൻസി വരുന്നതനുസരിച്ച് സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ്, തേർഡ് സെലക്ഷൻ ലിസ്റ്റ്, അങ്ങനെ ഓരോ സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ നിങ്ങൾ അന്ന് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും. അതുപോലെ നിങ്ങൾക്ക് അതാത് IT നോട്ടീസ് ബോർഡിലും ഈ ഒരു സെലക്ഷൻ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുമായോ അല്ലെങ്കിൽ IT അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഡെയിലി ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മൊബൈലിലെ SMS ചെക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അതായത് IT ബന്ധപ്പെട്ടും നിങ്ങളുടെ സെലക്ഷൻ ലിസ്റ്റും അതുപോലെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.